That's why I think he's also very happy that his sister has come here. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ അനുജന്റെ സഹോദരി ഇവിടെ വന്നതിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന അദ്ദേഹത്തിന് അത്ര വിഷമം ഉണ്ടായിരുന്നു. Because I think he wanted somebody to be here who understood your love and your respect in the same way as he does. കാരണം അദ്ദേഹം എങ്ങനെയാണോ നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കിയത് അതേപോലെ നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കുന്ന ഒരാള് അദ്ദേഹത്തിന് ഇവിടെ വേണമെന്നുണ്ടായിരുന്നു. He has so much gratitude for you in his heart that I am sure he wanted me to stand for election from here because he knows that I share that same sense of gratitude towards you. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുപോലെ നിങ്ങളോട് കടപ്പാടുള്ള ഒരാൾ ഇവിടെ നിന്ന് ഇലക്ഷൻ നിൽക്കണമെന്ന് തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണത്തിന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് എത്രമാത്രം നന്ദിയും കടപ്പാടുമുണ്ട്. അതേ കടപ്പാടും നന്ദിയും എന്റെ ഹൃദയത്തിലും നിങ്ങളോടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. You stood by my brother at a time it was very difficult for him. എന്റെ സഹോദരന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. He was fighting almost alone. അദ്ദേഹം തനിയായിരുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞ തനിയായിരുന്നു അദ്ദേഹം അന്ന് പോരാടിക്കൊണ്ടിരുന്നത്. Against the forces that are trying to destroy our constitution and trying to destroy the values that our country was built on. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ, ഭരണഘടനയെ ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്ത മൂല്യങ്ങളെ നശിപ്പിക്കുന്ന ശക്തികൾക്കെതിരെയാണ് അദ്ദേഹം തനിയെ പോരാടിക്കൊണ്ടിരുന്നത്. A huge campaign had been launched against him to tarnish his reputation. All sorts of lies were spread about him. Lots of money, lots of resources were put into his campaign. അദ്ദേഹത്തിന്റെ സത്കീർത്തി, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രചരണം ഇവിടെ നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ പറ്റി ഒരുപാട് നുണകൾ പറഞ്ഞു പരത്തി. അതിനുവേണ്ടി ഒരുപാട് പൈസയും ഒരുപാട് വിഭവങ്ങളും അവർ ഉപയോഗിച്ചു. Many people believe these lies. പല ആളുകളും അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പരത്തിയ നുണകൾ വിശ്വസിച്ചു. Many people turned their backs on him. പലരും അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നു. So when he came here and fought the election from here, and you gave him not just your support but your love and encouragement. എന്റെ സഹോദരൻ ഇവിടെ വന്ന് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോ നിങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ മാത്രമല്ല നൽകിയത്, നിങ്ങൾ അദ്ദേഹത്തിന് സ്നേഹം നൽകി, അദ്ദേഹത്തിന് കരുത്ത് നൽകി. ഇവിടുത്തെ ജനങ്ങൾ You gave him the strength and courage that a leader needs to keep fighting no matter what kind of forces are ahead of him. ഒരാൾക്കെതിരെ എന്തൊക്കെ ശക്തികൾ ഉണ്ടായാലും പതറാതെ മുൻപോട്ട് പോരാടിക്കൊണ്ട് മുൻപോട്ട് പോകാനുള്ള ധൈര്യമാണ് ഒരു നേതാവിന് നിങ്ങൾ നൽകിയത്. You gave him the courage to walk from Kanyakumari to Kashmir 4,000 kilometers in the name of unity, in the name of peace. സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാൻ വേണ്ട ധൈര്യം അദ്ദേഹത്തിന് നൽകിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. You gave him the courage to go to Manipur, where all sorts of destruction had been waged on the people, to go there and to start another journey from there to Mumbai, again in the name of unity, in the name of love, in the name of peace and justice. ഐക്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി മറ്റൊരു യാത്ര. അവിടുത്തെ ജനങ്ങളെ എല്ലാ വിധത്തിലും അവരുടെ മേൽ എല്ലാ നാശവും സംഭവിച്ചുകൊണ്ടിരുന്ന മണിപ്പൂരിൽ നിന്ന് മറ്റൊരു യാത്ര ഈ രാജ്യത്ത് നടത്താനുള്ള ധൈര്യവും ശക്തിയും അദ്ദേഹത്തിന് നൽകിയതും നിങ്ങളാണ്. I remember in one of his speeches over here, he said, in every step that he walked, the people of Wayanad were walking with him. ഞാൻ ഇവിടെ തന്നെ നടത്തിയ ഒരു പ്രസംഗത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം എന്റെ സഹോദരൻ വെച്ച ഓരോ ചുവടിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം ചുവടുകൾ വെച്ചു എന്ന് ഞാൻ പറയുകയാണ്. And so I am deeply grateful to you for what you did for my brother. എന്റെ സഹോദരന് വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്തത് അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയും കടപ്പാടുമുള്ളതാണ്. But I am also very, very proud of you, my sisters and brothers. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അത് മാത്രമല്ല എനിക്ക് നിങ്ങളെ കുറിച്ച് വളരെയധികം അഭിമാനവുമുണ്ട്. You have a rich history of fighting for what is right. Freedom fighters from Wayanad fought for the freedom of India.
നിങ്ങൾക്ക് എന്താണോ ശരി അതിനു വേണ്ടി പോരാടിയ ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. You recognize the right kind of politics, you recognize the truth and you support it. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം, സത്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെയും സത്യത്തെയും നിങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. More than anything else, wherever I go in Wayanad, I see the spirit of brotherhood and togetherness. അത് മാത്രമല്ല, ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ എവിടെ പോയാലും നിങ്ങളുടെ സാഹോദര്യം, നിങ്ങളുടെ ഒത്തൊരുമ എനിക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. I see mosques, I see temples, I see churches coexisting peacefully. ഞാനിവിടെ മോസ്കുകൾ കാണുന്നു, അമ്പലങ്ങൾ കാണുന്നു, പള്ളികൾ കാണുന്നു. ഇതെല്ലാം സഹവർത്തിത്വത്തോടു കൂടി നിൽക്കുന്നത് ഞാൻ നിങ്ങളുടെ ഈ പ്രദേശത്ത് കാണുന്നുണ്ട്. Hindus, Muslims, Christians who have defied every kind of propaganda of the BJP to divide them and separate them, who stand together today when our country is being divided, who have been untouched by the kind of division spread by the politics of the BJP. ബിജെപിയുടെ രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിൽ പരത്തുന്ന വിഭാഗീയത ഒട്ടും സ്പർശിക്കാതെ അവർ പരത്തുന്ന വിദ്വേഷത്തിനും ദേശത്തെയും എല്ലാം എതിർത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന, ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. My sisters and brothers stand for everything that is beautiful and everything that is true about our country. എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ രാജ്യത്ത് മനോഹരമായത് എന്തൊക്കെയാണോ, ഈ രാജ്യത്ത് സത്യമായത് എന്തൊക്കെയാണോ അതിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും. You have everything, natural beauty. I have never seen such beautiful forests, such beautiful hills as there are here. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. എന്ത് മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ മനോഹരമായ വനങ്ങളും കുന്നുകളും ഇത്രയും സൗന്ദര്യമുള്ള പ്രദേശങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. You have beauty of the spirit. അത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ആന്തരിക ചൈതന്യത്തിന്റെ സൗന്ദര്യവും നിങ്ങൾക്കുണ്ട്. And you have so much potential. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളും ഇവിടെയുണ്ട്. I felt sad today in the morning. I went to meet some farmers. They were growing coffee, pepper, banana, cinnamon, ginger. കാപ്പിയും കുരുമുളകും വാഴകൃഷിയും അതുപോലെ തന്നെ കറുവപ്പട്ടയും ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷക കുടുംബത്തെ ഞാൻ രാവിലെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. A beautiful family where all the brothers were farming. ഒരു മനോഹരമായ കുടുംബമാണ്. അവിടുത്തെ എല്ലാ സഹോദരന്മാരും കൃഷി ചെയ്യുന്നവരാണ്. One of them had 3 beautiful daughters. അതിൽ ഒരാൾക്ക് 3 മനോഹരികളായ സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. Each one studying, one had a good job, the other 2 were studying. ഒരാൾക്ക് ജോലിയുണ്ട്, മറ്റു 2 പെൺകുട്ടികൾ പഠിക്കുകയാണ്. But I felt sad because when I asked them, brothers, what do you see for yourselves in the future? എനിക്ക് വിഷമം വന്നത് എപ്പോഴാണെന്ന് അറിയാവോ? ഞാൻ അവരോട് ചോദിച്ചു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ഭാവിയെ കുറിച്ച് നിങ്ങൾ എന്താ കാണുന്നത്? One of them said, I have a debt of 8 lakh rupees. ഒരാൾ എന്നോട് പറയാ, എനിക്ക് 8 ലക്ഷം രൂപ കടമുണ്ട്. But it's okay. Maybe next year I'll be able to get a better crop and repay it. പക്ഷെ ഇത് സാരമില്ല, ഒരു പക്ഷെ ചിലപ്പോൾ അടുത്ത വർഷം എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്. He showed great courage and dignity with that answer. ആ ഉത്തരത്തിലൂടെ അദ്ദേഹം ഒരുപാട് ധൈര്യവും അന്തസ്സുമാണ് ആ ഉത്തരത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നത്. And the other one said, what future? മറ്റേ ആള് പറഞ്ഞു, എന്ത് ഭാവിയാണ് ഞങ്ങൾക്കുള്ളത്? I am trying to sell my land now. I want to move somewhere closer to the road. എന്റെ ഭൂമിയൊക്കെ വിറ്റിട്ട്, ഇവിടെ എന്റെ ഭൂമി വിറ്റിട്ട് എനിക്ക് റോഡിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി താമസിക്കണമെന്ന് രണ്ടാമത്തെ ആള് പറഞ്ഞത്. They told me they are not getting the right price for their crops. അവരെന്നോട് പറഞ്ഞത് അവരുണ്ടാക്കുന്ന വിളകൾക്ക് കൃത്യമായ വില, ന്യായമായ വില അവർക്ക് കിട്ടുന്നില്ലെന്നാണ്. They pay 300 rupees insurance for one banana tree. ഒരു വാഴയ്ക്ക് അവര് 300 രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. But if there is something goes wrong, they don't get any compensation. പക്ഷെ എന്തെങ്കിലും ഒരു തെറ്റുപറ്റി അബദ്ധം വെച്ച് വിളകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. There is so much rain that often crops get destroyed. ഇവിടെ ഒരുപാട് മഴയുണ്ട്, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മിക്കവാറും നിങ്ങൾക്ക് വിളനാശം സംഭവിക്കും. And without the right kind of support and no compensation,
for the destroyed crop, it becomes difficult to move forward. നിങ്ങൾക്ക് കൃത്യമായ ഒരു പിന്തുണ കിട്ടാത്തത് കൊണ്ട്, നിങ്ങളുടെ വിളകൾ നശിക്കുമ്പോൾ നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ട് കർഷകർക്ക് മുമ്പോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാവുന്നു. They were shocked when I told them that 16 lakh crore rupees of loans had been waived for the biggest businessmen in this country. ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ കടങ്ങളാണ് എഴുതി തള്ളിയതെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ശരിക്കും But with the BJP in power, not a penny of loans are waived for the farmers. BJP അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി 1 രൂപയുടെ കടം പോലും എഴുതി തള്ളാറില്ല. I met some Manrega workers. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കുറച്ചു പേരെ കണ്ടു. They told me that they get 346 rupees a day. അവരെന്നോട് പറഞ്ഞത് അവർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 346 രൂപയാണ്. Hardly any jobs coming from Manrega. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവർക്ക് കിട്ടുന്ന തൊഴിൽ തന്നെ തുച്ഛമാണ്, കുറവാണ്. They have difficulty accessing healthcare and good education. നല്ല ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നതിൽ, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. Here I see Suraya Bakery, Milma, National Gulf Bazaar, Mottu, Sri Lanka, and Paris Bakery. ഞാനിവിടെ സുരയ്യ ബേക്കറി, മിൽമ, നാഷണൽ പാരീസ് ബേക്കറി ഇതൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. These are the small and medium businesses that kept our country going. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുൻപോട്ട് കൊണ്ടുപോയ ചെറിയ ഇടത്തരം ബിസിനസ്സുകളെ, വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. Today they are being crushed by GST, by the demonetization when it happened. They were the biggest sufferers. നോട്ട് നിരോധനം, അതുപോലെ ചരക്ക് സേവന നികുതി, ഇതുപോലെയുള്ള നയങ്ങളിലൂടെ ഇന്ന് ഇവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണ് അതിലൂടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. I met their representatives who told me that now there is GST even on rent. ഇവരുടെ പ്രതിനിധികൾ, ഈ ചെറിയ വ്യാപാരികളുടെ പ്രതിനിധികളെ ഞാൻ കണ്ടു. അവർ പറയുന്നത് ഇപ്പൊ വാടക കൊടുക്കുന്നതിൽ കൂടെ അവർക്ക് GST കൊടുക്കണം എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. They asked me how are we going to earn anything. അവരെന്നോട് ചോദിക്കുക, ഞങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും സമ്പാദിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പൈസ കിട്ടുക എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. I meet my sisters everywhere. They tell me prices have risen so much that it's become difficult for them to carry on. ഞാൻ എന്റെ സഹോദരിമാരെ കാണും, എവിടെ കാണുമ്പോൾ അവർ പറയുന്ന സാധനങ്ങളുടെ വില ഇത്രയും കൂടിയിട്ടുണ്ട്, അവർക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. Your difficulties are only increasing. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. For you here, it's difficult to get employment because the policies of the BJP government have become so difficult for common people. You educate your children, but they still cannot get good jobs. ഇവിടെ നിങ്ങൾക്ക് തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം BJPയുടെ നയങ്ങൾ ഒരിക്കലും തൊഴിൽ സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവർ വിദ്യാസമ്പന്നരാണ്, പക്ഷെ അവർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യമില്ല. Many people migrate and go away. ഒരുപാട് പേര് ഇത് കാരണം മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തി പോവുകയാണ്. When they return, they don't get any support and rehabilitation services. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയവർ തിരിച്ചു വരുമ്പോൾ, പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു പിന്തുണയും പുനരധിവാസത്തിനുള്ള ഒരു സൗകര്യവും ഇവിടെ കിട്ടുന്നില്ല. For them to come and go from here is difficult. The airfares are very high. Flights there aren't that many. ഇവിടെ വിമാനയാത്ര കൂലി ഒരുപാട് കൂടുതലാണ്, അതുപോലെ പോകാൻ വിമാന സൗകര്യം കുറവാണ്. അതുകൊണ്ട് യാത്ര ചെയ്യാൻ ഈ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. You have so many talented children who are training for sports like soccer. ഫുട്ബോളിന് പരിശീലനം നടത്തുന്നത് പോലെയുള്ള ഒരുപാട് കഴിവുള്ള കുട്ടികൾ നിങ്ങളുടെ ഈ നാട്ടിലുണ്ട്. And yet they don't get the facilities that they should be getting. അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, ഇത്രയും കഴിവുള്ള ഈ കുട്ടികൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. Better stadiums, better coaching facilities, better camps that they can attend. അവർക്ക് മികച്ച സ്റ്റേഡിയങ്ങൾ ഉണ്ടാവണം, മികച്ച പരിശീലന സൗകര്യങ്ങൾ ഉണ്ടാവണം, അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന മികച്ച ക്യാമ്പുകൾ ഉണ്ടാവണം. And all this is possible. ഇതെല്ലാം സാധ്യമാണ് നമുക്ക്. Your difficulties, even the night ban on the road, due to which you cannot travel if there is an emergency. If somebody is sick, he's stuck in traffic, he cannot travel, or there is a road, there is the ban which doesn't allow him to go after 9 o'clock at night. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് രാത്രി യാത്രാ നിരോധനം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖമുണ്ട്, നിങ്ങൾക്ക് രാത്രി 9 മണി കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. These are all things that my brother has been fighting for. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി എന്റെ സഹോദരൻ പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Fighting to get healthcare services to you.
നിങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. Fighting to improve your local health centers. നിങ്ങളുടെ പ്രാഥമിക പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. And to bring about change here so that your futures can improve. ഇവിടെ മാറ്റം കൊണ്ടുവരാൻ, നിങ്ങളുടെ ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു. These are all your rights. ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അവകാശങ്ങളാണ്. You deserve good health care. നിങ്ങൾ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. You deserve good educational institutions. നിങ്ങൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. These are not favors that any government is doing for you. ഇതൊന്നും നിങ്ങൾക്ക് ഓരോ ഗവൺമെന്റും ചെയ്തു തരേണ്ട ഔദാര്യങ്ങളല്ല. These are not things that you should be begging for and fighting for. നിങ്ങൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പോരാടേണ്ട കാര്യങ്ങളല്ല ഈ പറഞ്ഞ ഒരു കാര്യവും. This is your due. ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. But as long as there is the politics of the BJP in this country, പക്ഷേ എത്ര കാലം ഇവിടെ ബിജെപിയുടെ രാഷ്ട്രീയം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുവോ, which spreads fear and divides you in order to stay in power, അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഭയം പരത്തി നിങ്ങളെ വിഭജിക്കുന്ന ബിജെപിയുടെ രാഷ്ട്രീയം ഈ കാലത്ത് എത്ര കാലം ഈ രാജ്യത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ, a politics that ignores your needs, your struggles, your requirements, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനെല്ലാം അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുമ്പോൾ, as long as they are there, these problems will persist. ഇവർ എത്ര നാൾ അധികാരത്തിൽ നിലനിൽക്കുന്നുവോ, എത്ര കാലം ഇവരിവിടെ നിലനിൽക്കുന്നുവോ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. So I urge you to stand for what is right again. അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, എന്താണോ ശരി അതിനു വേണ്ടി നിലനിൽക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Vote for a politics of honesty, of loyalty, of service that recognize that it is you who have the power. It is you who put us on this stage. It is you who makes us capable of being leaders. സത്യസന്ധതയുടെ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ ഒരു രാഷ്ട്രീയം ഇവിടെ ഞങ്ങൾ വേദിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വേദിയിൽ നിൽക്കാൻ കാരണക്കാരായത് ഈ രാജ്യത്തെ ജനങ്ങളാണെന്ന് തിരിച്ചറിയുന്ന സത്യസന്ധമായ യഥാർത്ഥമായ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Serving you and representing you in parliament will be a great honor for me. നിങ്ങളെ സേവിക്കുക എന്നത്, നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധാനം ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. You have already given me more than I could ever ask for. എനിക്ക് ചോദിക്കാവുന്നതിനപ്പുറം, നിങ്ങൾ എനിക്ക് നൽകാവുന്നതിനപ്പുറം ഇപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. This love that you have shown me, that has touched my heart, will never leave me. നിങ്ങൾ എന്നോട് കാണിച്ച ഒരു സ്നേഹം അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തെ സ്പർശിച്ച ആ സ്നേഹം ഒരിക്കലും എന്നിൽ നിന്ന് പോകില്ല. So give me the opportunity to give something back to you. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു നൽകാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. To work hard for you. നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള, serve you, നിങ്ങളെ സേവിക്കാനുള്ള, and to fight for you and fight for your rights. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു അവസരം. I am a good fighter. ഞാൻ നല്ലൊരു പോരാളിയാണ്. I always joke that my brother and my husband both will tell you I am a good fighter. ഞാൻ എപ്പോഴും തമാശ പറയും, എന്റെ സഹോദരനും എന്റെ ഹസ്ബൻഡും ഭർത്താവും നിങ്ങളോട് പറയും ഞാൻ നല്ലൊരു പോരാളിയാണെന്ന് അവർ പറയും. I don't back down. ഞാൻ പിറകോട്ട് പോകുന്ന ആളല്ല. So give me the chance to fight for you and I will not disappoint you. നിങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു അവസരം തരൂ, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. And now I trouble you with this pouring rain. Please go home and dry up. ഞാൻ ഈ മഴയത്ത് നിങ്ങളെ ഒരുപാട് ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി മഴ വെള്ളമൊക്കെ മാറ്റി നിങ്ങൾ ഉണക്കി റെഡിയാവാം. Especially the little children. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. And thank you very, very much for listening to me and standing here and pouring with rain. ഇത്രയും മഴ പെയ്യാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കേട്ടതിന് നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. I will come back and meet as many of you as possible and come to your home. I will discuss with you your issues and we will fight together for them. ഞാൻ തിരിച്ചു വരും, എത്രയും വേഗം ഞാൻ തിരിച്ചു വരാം. നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പോരാടും. നന്ദി. എല്ലാവർക്കും നമസ്കാരം.
നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ച് മലയാളം അറിയാം. But no more than that. ഇതിൽ കൂടുതൽ പറയാൻ ഇപ്പൊ എനിക്കറിയില്ല. എനിക്ക് കുറച്ച് മലയാളം അറിയാം. My dearest sisters and brothers, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, respected colleagues of the UDF, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എന്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, I thank you for being here today at this meeting. ഇന്ന് ഈ യോഗത്തിൽ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. For waiting for me, എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. and more than anything else, I thank you for the immense love and affection you are showering on me everywhere I go in Wayanad. എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ എനിക്ക് എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്നേഹത്തിന്, ഒരുപാട് ഇഷ്ടത്തിന്, ഞാൻ വയനാട്ടിൽ നിയോജക മണ്ഡലം, പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെ പോയാലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. You have a great history here. നിങ്ങൾക്കൊരു മഹത്തായ ചരിത്രമുണ്ട് ഇവിടെ. Freedom fighters like P.N. Nambisan and Sri Muhammad Molla. ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ശ്രീ P.N. നമ്പീശൻ, ശ്രീ N. മുഹമ്മദ് മൊല്ല എന്നിവരുടെയൊക്കെ ഒരു മഹത്തായ ചരിത്രം നിങ്ങൾക്കുണ്ട്. Fought for the freedom of India. അവര് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. You have the Idapulam Masjid here, which is more than 100 years old. നിങ്ങൾക്കിവിടെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഇടപ്പുളം മസ്ജിദ് ഇവിടെ നിങ്ങൾക്കുണ്ട്. And a tradition and culture in which Hindus, Muslims, Christians, everybody lives together peacefully and happily. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ എല്ലാ മനുഷ്യരും സമാധാനത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു പാരമ്പര്യവും സംസ്കാരവും നിങ്ങൾക്കുണ്ട്. Your Chatan Gotupuram Utsav in the Bhagwati temple is unique in the whole country. നിങ്ങളുടെ ഭഗവതി ക്ഷേത്രത്തിലെ ചാത്തനൂട്ടുപുര ഉത്സവം എന്ന് പറയുന്നത് മറ്റെങ്ങും കാണാത്ത പ്രത്യേകതകൾ ഉള്ളതാണ്. Because people of all religions കാരണം എല്ലാ come together at that time. ആ സമയത്ത് എല്ലാ മതങ്ങളിലെയും ആളുകൾ അവിടെ ഒരുമിച്ച് വരികയാണ്. So you stand for everything that is beautiful, everything that is strong, everything that is resilient about our country. ഈ രാജ്യത്ത് എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ, എന്തൊക്കെ ശക്തമായിട്ടുണ്ടോ, എന്തിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടോ, അതിന്റെ എല്ലാം പ്രതീകങ്ങളായിട്ടാണ് ഇവിടെയുള്ള നിങ്ങൾ നിലനിൽക്കുന്നത്. You stand for the values of our constitution, of justice, of equality, of secularism. മതേതരത്വം, തുല്യത, നീതി തുടങ്ങി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. And it is exactly these values that the BJP and its leaders like Narendra Modi ji want to destroy. ഈ പറഞ്ഞ ഭരണഘടനാ മൂല്യങ്ങളെയാണ് ബിജെപിയും അതിന്റെ നേതാവായ നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. In the last 10 years, the politics we have seen in our country, it has been a politics of divisiveness. കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭാഗീയതയുടെ, ഭിന്നിപ്പിക്കലിന്റെ രാഷ്ട്രീയമാണ്. In which those who are in power have sought to divide you, to separate brother from brother, sister from sister, to spread fear and mistrust amongst you in order to stay in power. അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവർക്ക് അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർക്കിടയിൽ ഭയം, വിശ്വാസമില്ലായ്മ, വിദ്വേഷം ഇതൊക്കെ പരത്താനാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. And brothers and sisters, what happens when a politics like this becomes powerful in a nation? എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരത്തിൽ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം ഒരു ദേശത്ത് ശക്തിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? A politics that seeks to distract you so that it can stay in power. നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന ഒരു രാഷ്ട്രീയം. What happens is that there is no focus on the real resolution of the problems that you face every single day of your lives. ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യാതൊരു ശ്രദ്ധയും ഇവിടെ ഉണ്ടാകുന്നില്ല. My sisters are standing here.
എന്റെ സഹോദരിമാർ അവിടെ നിൽക്കുന്നുണ്ട്. I know that you carry the heaviest burden. നിങ്ങളാണ് ഏറ്റവും അധികം ഭാരം നിങ്ങൾക്കാണുള്ളതെന്ന് എനിക്കറിയാം. I know that. എനിക്കതറിയാം. Because women hold society together. കാരണം ഈ സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നത് സ്ത്രീകളാണ്. We are the ones who nurture children for the future. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിക്ക് വേണ്ടി പരിപാലിച്ചു കൊണ്ടുവരുന്നത് നമ്മളാണ്, സ്ത്രീകളാണ്. If you have jobs or you're working in the fields, you come home and also at home you work. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടും നിങ്ങൾ ജോലി ചെയ്യുകയാണ്. I know you stay awake till everybody in the family has eaten, till everybody is happy, then only you go to sleep. എനിക്കറിയാം, വീട്ടിലെ എല്ലാ മനുഷ്യരും ഉറങ്ങുന്നത് വരെ നിങ്ങൾ ഉണർന്നിരിക്കും. എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിച്ച ശേഷമേ നിങ്ങൾ ഉറങ്ങാൻ പോവുകയുള്ളൂ. എനിക്കതറിയാം. You manage many things all at the same time. ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Your work, your home, somebody is unwell, has everybody eaten their food? All separate things that you have to manage. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. This morning when I was coming here, I called up my son and asked him, have you eaten haldi this morning? ഞാൻ ഇന്ന് രാവിലെ വരാൻ നേരത്തെ എന്റെ മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോൻ രാവിലെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോ വരുന്നത്. And last night when I finished work, I called up my daughter and asked her how her exams are. ഞാൻ ഇന്നലെ രാത്രി ജോലിയൊക്കെ പ്രചരണമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയപ്പോൾ ഞാൻ എന്റെ മോളെ വിളിച്ച് ചോദിച്ചു, മോളുടെ പരീക്ഷയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കിടന്നത്. So we women are always at it. We are always working. We always have to see that everybody is okay. നമ്മൾ സ്ത്രീകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും നോക്കും നമ്മുടെ വീട്ടിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഇതൊക്കെ അന്വേഷിച്ചാണ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. But look at the difficulties you are facing. പക്ഷെ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. No matter how many members in the family are working today, you still cannot make ends meet. It's still difficult for you to move forward. ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലിക്ക് പോയാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഇന്നത്തെ സാഹചര്യം. You make huge sacrifices to bring up your children, to give them a good education, and yet no prospect of jobs. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുൻപിൽ നോക്കാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. Today, because of the policies of the Narendra Modi government and of the BJP, you can see that unemployment across the country is higher than it has ever been. ഇന്നത്തെ കാലത്ത് നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും നയങ്ങൾ മൂലം തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്തെ ഏറ്റവും വർദ്ധിച്ച ലെവലിലാണുള്ളത് നിരക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Prices have risen enormously. വളരെയധികം ഈ രാജ്യത്ത് വില കുതിച്ചു കയറുകയാണ്. Whether you are a farmer, whether you run a small business or you are a shopkeeper, from all sides, all you face are troubles. There is no support system for you. നിങ്ങൾ ഒരു കർഷകരാവട്ടെ, ഒരു ചെറുകിട വ്യാപാരിയാകട്ടെ, ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ആളാവട്ടെ, എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പിന്തുണയും കിട്ടുന്നില്ല. I can see so many shops here. Eyesight shop, I can see the Bros shop there, Gusto, I can see Alo Bayar here. All these shops, I meet shopkeepers, I meet small business people. Even a few days back I had a meeting and they said to me, how are we supposed to make ends meet? GST has to be paid on everything. When Modi ji did demonetization, we were the greatest sufferers. When COVID happened, we were the greatest sufferers. No, there was no support system for us. We had to manage however we could manage. ഇവിടെ ഒരുപാട് ചെറുകിട കർഷകരുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്. ഇവിടെ ധാരാളം കടകളുണ്ട്. അവിടെ ഒരു കടയുണ്ട്, അതുപോലെ ഇവിടെ അലോബ്ര എന്ന് പറയുന്ന കടയുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ചെറുകിട കച്ചവടക്കാരുടെ പ്രതിനിധികളെ ഞങ്ങൾ കണ്ടു. ഞാൻ ഇന്നലെ കണ്ടു. അവരെന്നോട് പറയുകയായിരുന്നു, ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. അതുപോലെ ചരക്ക് സേവന നികുതി കൊടുത്തത് മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് ജീവിച്ചു പോവുക എന്ന് അവരെന്നോട് ചോദിക്കുകയായിരുന്നു. I was shocked when I heard that you now have to pay GST on rent also. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ചെറുകിട കച്ചവടക്കാർക്ക്, ഇവിടുത്തെ കട ഉടമകൾക്ക് നിങ്ങളുടെ വാടകയിലും GST കൊടുക്കണമെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. Small and medium businesses can be the backbone of the economy.
ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. They can be huge providers of jobs and employment. ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകാൻ ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് സാധിക്കും. But they need support. പക്ഷെ അവർക്ക് പിന്തുണ വേണം. Just as our farmers need support. നമ്മുടെ കർഷകർക്ക് എത്രമാത്രം പിന്തുണ വേണമോ അതുപോലെ ഇവർക്കും പിന്തുണ വേണം. Look at the potential of agriculture here in Wayanad. ഇവിടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൃഷിക്കുള്ള സാധ്യതകൾ എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. You are growing rubber, coconut, areca nut, paddy, tapioca. നിങ്ങൾ ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നു, നെൽകൃഷി ചെയ്യുന്നു, തേങ്ങ കൃഷി ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ ഒരുപാട് അടയ്ക്ക കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. I have never seen the quality of spices that I see over here. ഇവിടെ കാണുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഗുണമേന്മ ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. Last time I came, I took some cinnamon home. I boiled that cinnamon and the water became pink. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇവിടുന്ന് കുറച്ച് കറുവാപ്പട്ട കൊണ്ടുപോയി. അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തിളപ്പിച്ച് കഴിഞ്ഞപ്പോ എന്താ വെള്ളത്തിന്റെ ഒരു പിങ്ക് നിറമായി. When I buy cinnamon in Delhi and I boil it, I can boil it for how long I want. The water remains transparent only. No color, no taste, no smell. ഡൽഹിന്ന് പക്ഷെ ഞാൻ കറുവാപ്പട്ട ഡൽഹിന്ന് വാങ്ങിച്ച് വെള്ളത്തിലിട്ട് അത് എത്ര നേരം തിളപ്പിച്ചാലും നിറവും മാറില്ല, മണവും കിട്ടില്ല. ആ വെള്ളം അതുപോലെ തന്നെ ഇരിക്കും. I met a family of farmers yesterday. ഇന്നലെ ഞാൻ കർഷകരുടെ ഒരു കുടുംബത്തെ കണ്ടു. 4 brothers. 4 സഹോദരന്മാരായിരുന്നു. I asked them, what do you see as your future? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാവി എങ്ങനെയാണ്? One of them said to me, what future? അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ഭാവിയാണുള്ളത്? He said, I want to sell my land and move away from here. എന്റെ ഭൂമി, ഇവിടെയുള്ള ഭൂമി വിറ്റിട്ട് എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോണെന്ന ഒരാൾ പറഞ്ഞത്. The other one said, I have a loan of 8 lakhs on my head. മറ്റാള് പറഞ്ഞത്, എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്. I live in hope that maybe next year I'll be able to pay it. അടുത്ത വർഷം ഒരു പക്ഷേ ഈ കടം തിരിച്ചടയ്ക്കാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. They told me they pay 300 rupees for insuring 1 plant of banana plant. എന്നോട് പറഞ്ഞത് ഒരു വാഴയ്ക്ക് അവർ 300 രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. And yet if it rains, if the crop gets spoiled, if that plant dies, there's no compensation for them. എന്നിട്ട് ഇവിടെ മഴ വന്നു, വിളനാശം സംഭവിക്കുന്നു, ഒരു നഷ്ടപരിഹാരവും അവർക്ക് കിട്ടുന്നില്ല. They told me that they don't get the right price for their crops anymore. അതുമാത്രമല്ല വിളകൾക്ക് ന്യായമായ വിലയും അവർക്ക് കിട്ടുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. One of them was telling me that when there was the Congress government, the UPA government at the center, which waived loans for farmers, how much help that gave people. അതിലൊരാൾ എന്നോട് പറയായിരുന്നു, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയത് എത്രമാത്രം സഹായമായിരുന്നു എന്ന് പറയുകയായിരുന്നു അതിലൊരാൾ. They were shocked to hear from me that 16 lakh crores of rupees of loans was waived for the biggest businessmen in this country. ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ 16 ലക്ഷം കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളിയെന്ന് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. While when they are in trouble, when they face difficulties, farmers that actually build our country, that feed our whole nation, they have no compensation, not a single rupee. നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മനുഷ്യർക്ക് അന്നം നൽകുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി കടങ്ങൾ എഴുതി തള്ളുന്നില്ല, അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും ഇവിടെ കിട്ടുന്നില്ല. When tragedies happen here, like the disaster happened with the landslide, where whole families lost their livelihoods, people lost their entire families, children were left without any member of their family. The correct funds that should be reaching them still have not reached them. വലിയ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ, ഇവിടെ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പോലെ വലിയ ദുരന്തങ്ങൾ നടന്ന മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, കുഞ്ഞുങ്ങളെ, വീട്ടിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെയുള്ള ആ സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഇവിടെ കിട്ടുന്നില്ല. Your social security pensions are delayed. നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വളരെയധികം താമസിച്ചിരിക്കുകയാണ്. You have been asking for the Todikapullam underpass for a long time. നിങ്ങൾ ഒരു തൊടിക്കപ്പുള്ള അണ്ടർപാസിന് വേണ്ടി വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. So that your children can travel easily to school. അതുകൊണ്ട് നിങ്ങളുടെ ആ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അധികം ദൂരം സഞ്ചരിക്കാതെ പോകാം. Those who are laboring in Manrega are not getting the right wages. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പണിയെടുക്കുന്നവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല. So with all the potential that you have, with all the young educated people,
you still are not getting the basic facilities that you require. ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും ഇവിടെ ഒരുപാട് കഴിവുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല. My brother loves you deeply. എന്റെ സഹോദരൻ നിങ്ങളെ ഒരുപാട് ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. He has fought with great dedication and great commitment for your issues to be resolved. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമർപ്പണത്തോടുകൂടി ഒരുപാട് പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. You must be knowing that the school building fund also, he gave money from that fund for the school to be built, ambulances for the government hospital in Porur, and houses for poor families. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി, ആംബുലൻസിന് വേണ്ടി, അതുപോലെ തന്നെ പോരൂരിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഫണ്ട് നൽകിയിട്ടുണ്ട്. And I really believe that with a good and strong focus on food processing here in Wayanad, good marketing for your crops and storage facilities, a lot more can be done in this field. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിലൂടെ, കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. You have so much potential for tourism. നിങ്ങൾക്ക് വിനോദസഞ്ചാരത്തിന് ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. With the right kind of infrastructure and good support for the tourism industry, ecotourism, spiritual tourism, and of course the beautiful natural resources you have here, again a lot of employment opportunities can be created and a lot of progress and improvement for the future of your children can be worked on. കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ, കൃത്യമായ പിന്തുണ നൽകുന്നതിലൂടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടൂറിസം, വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയതയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, ഇതെല്ലാം വളർത്തുന്നതിലൂടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാനും നമുക്ക് സാധിക്കും. So there are long standing issues which we need to fight together to resolve. ഇവിടെ നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. There are parts of Wayanad where there is a animal man conflict. ഈ നിയോജകം പാർലമെന്റ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. Where there is need for urgent health care, better educational institutions. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പലയിടത്തും ആവശ്യമുണ്ട്. And together we need to pressurize the governments to deliver on those demands. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മൾക്ക് ഒരുമിച്ച് ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. In the same way we need to fight together to improve the facilities for tourism and for our farmers. അതുമാത്രമല്ല വിനോദസഞ്ചാര മേഖലയിലും നമ്മുടെ കർഷകർക്കും ലഭ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കേണ്ടതുണ്ട്. And build on the immense potential of the people of Wayanad. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ അപാരമായ കഴിവ് നമുക്ക് വളർത്തി വികസിപ്പിച്ച് ഇവിടുത്തെ സാധ്യതകൾ നമുക്ക് വളർത്തേണ്ടതുണ്ട്. So many young people across Wayanad are so good at sport, especially soccer. ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാര് ഇവിടെ വളരെയധികം മിടുക്കരാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൽ വളരെ മിടുക്കരായ ഒരുപാട് പേര് ഇവിടെയുണ്ട്. It should be our dream to give them the best facilities, football camps, stadiums, so that they also can compete in the best teams in the world. അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഫുട്ബോൾ ക്യാമ്പുകൾ, സ്റ്റേഡിയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകണം. അവർക്ക് ലോകത്തുള്ള ആരോടും മത്സരിക്കാവുന്ന രീതിയിൽ അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. So we have a lot of work to do. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. And this relationship that you share with my brother, this relationship of love and deepest respect, should be the guiding factor for us moving forward into the future. നിങ്ങൾ എൻ്റെ സഹോദരനുമായിട്ട് പങ്കിടുന്ന വളരെ ആഴമുള്ള ബന്ധം, സ്നേഹമുള്ള ബന്ധം, ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധം, ആ ബന്ധമായിരിക്കണം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വഴികാട്ടിയാവേണ്ടത്. ആ ബന്ധമാവണം. He is my elder brother. എൻ്റെ മൂത്ത സഹോദരനാണ് അദ്ദേഹം. And I know, I have seen in the last 10 to 15 years that he has faced many difficulties. എനിക്കറിയാം, കഴിഞ്ഞ 10-15 വർഷങ്ങൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. The BJP launched a nasty, massive campaign
to ruin his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബിജെപി വളരെ വിപുലമായ വളരെ മോശപ്പെട്ട ഒരു പ്രചരണം തന്നെ അഴിച്ചുവിടുകയുണ്ടായി. To spread lies about him, ridicule him and humiliate him in public. അദ്ദേഹത്തെ പറ്റി നുണകൾ പറഞ്ഞു പരത്താൻ, അദ്ദേഹത്തെ പരിഹസിക്കാൻ, അദ്ദേഹത്തെ പൊതുജനങ്ങളുടെ മുൻപിൽ അപമാനിക്കാനുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തിയത്. And at the height of that campaign, at a time when many people turned their backs on him, ആ പ്രചരണത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നപ്പോൾ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ, it was you, my sisters and brothers of Wayanad, who stood by him like a rock, who gave him the support and the strength to keep fighting. ലോകത്ത് ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിന് പുറംതിരിഞ്ഞു നിന്നപ്പോൾ എന്റെ സഹോദരി സഹോദരന്മാരെ, വയനാട് ഈ സ്ഥലത്തെ സഹോദരി സഹോദരന്മാരെ, ഒരു പാറ പോലെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് അദ്ദേഹത്തിന് പോരാടാനുള്ള ധൈര്യം നൽകിയത് നിങ്ങളാണ്. Your love is the bravery that he has in his heart. എന്റെ സഹോദരന്റെ ഹൃദയത്തിലുള്ള ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. It is your love that gave him the strength to walk from Kanyakumari to Kashmir in the name of unity, in the name of peace, in the name of justice, at a time when the BJP had spread divisiveness all across our nation. ഈ രാജ്യത്ത് മുഴുവൻ ബിജെപി വിഭാഗീയത പടർത്തിയ സമയത്ത് ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാനുള്ള ധൈര്യം എന്റെ സഹോദരന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. It is your support, it is your encouragement that took him to Manipur to meet the people who had gone through all sorts of horrible situations and violence, and from there to drive from Manipur to Mumbai again in the name of peace and love and humanity. അതിദാരുണമായ പ്രശ്നങ്ങൾ നേരിട്ട, അതിക്രമം നേരിട്ട, അക്രമം നേരിട്ട മണിപ്പൂരിലെ ജനങ്ങളെ കാണാനും സംസാരിക്കാനും, അവിടെ നിന്ന് വീണ്ടും മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ ഈ രാജ്യത്തെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി യാത്ര ചെയ്യാനും അദ്ദേഹത്തിന്, എന്റെ സഹോദരന് കരുത്ത് നൽകിയത് നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ്. He once told me that in every step that he took in his yatra, the people of Wayanad were walking with him. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം വെച്ച ഓരോ ചുവടിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. He carries you in his heart. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. I think he was very upset having to leave you also. ഈ പാർലമെന്റ് നിയോജക മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായിരുന്നു. And I think now he feels happy because I am here. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ അടുത്ത് ഞാനുള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. Because he knows I understand his heart. കാരണം അദ്ദേഹത്തിന് അറിയാം, എന്റെ സഹോദരന്റെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And he knows that I understand how deeply he respects the love you give him. അദ്ദേഹത്തിന് അറിയാം ഞാൻ എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And I want to tell you, I want to reassure you, എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് നൽകണം, that for me each one of you is a responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. Each one is a duty. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എന്റെ കടമയാണ്. Each one is a symbol of the true relationship that should exist between a leader and the people who support him. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു നേതാവും ആ നേതാവിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും തമ്മിൽ ഉണ്ടാവേണ്ട യഥാർത്ഥ ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് എനിക്ക്. A relationship of deep honesty and deep respect. ആഴത്തിലുള്ള സത്യസന്ധതയുടെയും ബഹുമാനത്തിന്റേതുമായ ഒരു ബന്ധം. So I am here to tell you that I will carry forward the work that my brother has started with dedication and commitment to you. നിങ്ങളോട് സമർപ്പണത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി ഞാൻ പറയുവാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ തുടരുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. I will come to your homes. I will meet as many of you as I can. I will reach out to as many families as I can. I will understand from you what your troubles are. I will stand by you during your troubles, during your sadness, and I will be with you during your happiness.
എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വരണം. എനിക്ക് പറ്റാവുന്ന ആളുകളിലേക്ക് എത്തിച്ചേരണം. എനിക്ക് നിങ്ങളുടെ വീടുകളിൽ വരണം. നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കണം. എനിക്ക് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കണം. Because in the same way that you have given my brother love, in the last week or so that I have been traveling through Wayanad, you have accepted me into your hearts and into your homes as family. നിങ്ങൾ എങ്ങനെയാണോ എന്റെ സഹോദരനെ സ്നേഹിച്ചത്, അതുപോലെ ഞാൻ ഇവിടെ ഈ പ്രദേശത്ത് വന്ന കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. Wherever I am going, you are waiting for me. You see me, you smile. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടരുകയാണ്. My sisters hug me, kiss me. എന്റെ സഹോദരിമാർ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും, എനിക്ക് ഉമ്മ തരും. My brothers wait with flowers for me. എന്റെ സഹോദരന്മാർ പൂക്കളുമായിട്ട് എന്നെ കാത്തു നിൽക്കും. And the truth is that in the life of a human being, there can be no greater honor than to receive this kind of love. ഒരു കാര്യം പറയട്ടെ, സത്യമായിട്ട് പറയട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും അധികം സ്നേഹം കിട്ടുക എന്നതിലുപരി മറ്റൊരു ആദരവ് ലഭിക്കാനേ ഇല്ല. So you have already given me and my family much more than we could ask for. ഞങ്ങൾക്ക് ചോദിക്കാവുന്നതിനപ്പുറം ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും സ്നേഹം നൽകിയിട്ടുണ്ട്. If you give me a chance to give back to you നിങ്ങൾക്ക് some of that love, നിങ്ങൾ നൽകിയ സ്നേഹത്തിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ, through dedication and hard work, കഠിനാധ്വാനത്തിലൂടെ സമർപ്പണത്തിലൂടെ, you will find that you have a fighter here who will fight for your problems, who will fight to resolve them, who will fight for justice for you, from parliament to any other platform, even on the streets, until you get what you deserve. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഇവിടെ കരുത്തയായ ഒരു പോരാളിയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും മറ്റേത് വേദികളും വേണ്ടി വന്നാൽ നിരത്തിലിറങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. And my sisters here know that we women are good fighters. ഇവിടെയുള്ള എന്റെ സഹോദരിമാർക്ക് അറിയാം, നന്നായി പോരാടാൻ അറിയുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. Our husbands also know that. നിങ്ങളുടെ നമ്മുടെ ഭർത്താക്കന്മാർക്കും അതറിയാം. So I am not one to back down. I will fight for you and I will not disappoint you. എന്ത് വന്നാലും ഞാൻ പുറമോട്ട് പോവില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. We are family now. Your problems are my problems, your troubles are my troubles, your happiness is my happiness. I thank you again for being here today and listening to me so carefully. ഇപ്പൊ നമ്മളൊരു കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്റെയും പ്രശ്നമാണ്. നിങ്ങളുടെ സന്തോഷം എന്റെയും സന്തോഷമാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്റെയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എന്നെ കേട്ടതിന് ഞാൻ നിങ്ങളോട് വീണ്ടും നന്ദി പറയുകയാണ്. Thank you very, very much. വളരെയധികം നന്ദി.